ജിസേലിന് ഡ്രസ്സിന്റെ പെട്ടി കിട്ടിയാൽ ഈ ഹൗസിനകത്തെ ആണുങ്ങളൊക്കെ എന്തിനാണ് തുള്ളിച്ചാടുന്നത്? ഇത് അനുമോള് ശൈത്യയോട് ചോദിക്കുന്ന ചോദ്യമാണ്. അതുപോലെ തന്നെ അനീഷ് ടാസ്കിനകത്ത് എങ്ങനെയാണ് മുന്നേറി വന്നത്? അതുപോലെ തന്നെ ഡാർക്ക് റൂമിലേക്ക് സ്ക്രീൻ സ്പേസ് കിട്ടാത്തിടത്തേക്ക് പോയ രണ്ടുപേര് ആരാണ്? ഇതൊക്കെയാണ് ഇന്നലുള്ള ടാസ്കിൽ നടന്നത്. അതുപോലെ ബിഗ് ബോസ് ഷോ എന്നുള്ള ടാസ്ക് ഉണ്ടായിരുന്നു. അതും നമ്മുടെ ഡാർക്ക് റൂമിനകത്തേക്ക് കയറാൻ, അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള ടാസ്ക് ആയിരുന്നു. ആദ്യമേ തന്നെ ജിസേൽ അനുമോൾ തർക്കം ഹൗസിനകത്ത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. അതായത് ലാലേട്ടൻ എപ്പിസോഡിന് ശേഷം അനുമോൾ വളരെയധികം ആക്റ്റീവായിട്ട് ജിസേലിന്റെ മേക്കപ്പ് സാധനങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെ ഒരു ടാസ്ക് ആക്കിയിട്ട് അനുമോൾ ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ജിസേൽ ഇപ്പോഴും നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് എൻ്റെതല്ല മറ്റാളുടേതാണ്. അതായത് എൻ്റെ മേക്കപ്പ് ബോക്സോ അല്ലെങ്കിൽ അത് തുറന്നു നോക്കാൻ വേണ്ടി അനുമോൾ ആരാണെന്ന് ചോദിക്കുന്നിടത്ത് അനുമോൾ ഞാൻ ബിഗ് ബോസിന്റെ മാമിയാണ് എന്നുള്ള രീതിയിൽ ഒരു മറുപടി പറയുകയാണ്. അവർ തമ്മിലുള്ള ആ ഒരു സംഘർഷം തുടരുന്നതിൻ്റെ ഇടയ്ക്കാണ് ബാഡ്ജ് ഉള്ളവർക്ക് അത് കൈമാറാനുള്ള ടാസ്ക് വരുന്നത്. അപ്പോൾ ആ ടാസ്കിനകത്ത് ജിസേലും ആര്യനും ഷാനവാസും ഈ ഒരു ബാഡ്ജ് എടുക്കുന്നുണ്ടെങ്കിലും ജിസേലിന് ഓൾറെഡി പണിഷ്മെന്റ് ആണ്. പെട്ടി കഴിഞ്ഞ ലാലേട്ടൻ എപ്പിസോഡിൽ സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു കൊണ്ടുപോയതാണ്. അതുകൊണ്ട് തന്നെ ജിസേലിന് അത് വേറൊരാൾക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ആദ്യം കിട്ടിയ സന്തോഷം പെട്ടെന്ന് അത് നഷ്ടപ്പെടുകയാണ് ജിസേലിന്. അപ്പോൾ ആ ബാഡ്ജ് അഭിഷേകിന് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് അതിനകത്ത് ബാക്കി വീണ്ടും ഇവർ തമ്മിലുള്ള ക്ലാഷ് ഉടലെടുക്കുന്നുണ്ട്. വീണ്ടും ഒരു ബസർ അമർത്തുന്ന ഒരു ടാസ്കിലേക്കും കോയിൻ കളക്ട് ചെയ്യുന്ന ഒരു ടാസ്കിലേക്കും വരുന്നുണ്ട്. അതിനു മുമ്പ് ബിഗ് ബോസ് ഷോ വരുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് ഷോയ്ക്കകത്ത് പാട്ട് പാടി ഡാൻസ് ചെയ്ത് ഒരു സ്കിറ്റ് അവതരിപ്പിക്കുക എന്നുള്ള ടാസ്കിനകത്ത് 6 ടീമുകൾ മത്സരിക്കുന്നു. പക്ഷേ സരിഗയുടെ ടീം അതിനകത്ത് ഡിസ്ക്വാളിഫൈ ആവുന്നു. ബാക്കി 5 ടീമുകൾ അക്ബർ ഖാൻ്റെ ടീം, അത് അക്ബർ ഖാൻ അനുമോൾ ടീം ഒന്നാമതും നെവിൻ ഷാനവാസ് എന്നുള്ളവർ ടീം രണ്ടാമതും ഫിനിഷ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ആര്യൻ ജിസേൽ ടീമിന് 3ാം സ്ഥാനം കൊടുത്തതിൽ ഹൗസിനകത്ത് ഭയങ്കരമായ പ്രശ്നമുണ്ട്. അനീഷ് പറയുന്നത് എൻ്റെ ടീം ആയതുകൊണ്ടാണ് ശൈത്യയും നൂറ ആദിലയും ലാസ്റ്റിലേക്ക് പിന്തള്ളപ്പെട്ടതെന്ന് പറയുന്നു. അതിനകത്ത് ഒരുപാട് സത്യമായ കാര്യമുണ്ട്. പക്ഷേ അതും ഒരു ഗെയിമിന്റെ സ്ട്രാറ്റജിയാണ്. ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്യുന്നുണ്ട് ജഡ്ജസിന് സ്വന്തമായ തീരുമാനം എടുക്കുക. അപ്പോൾ ഒനിയിൽ തന്റെ സ്ഥാനം സേഫ് ആക്കാനുള്ള രീതിയിലുള്ള ഒരു ഡിസിഷനാണ് ഇതിനകത്ത് എടുത്തത്. ഷോ കണ്ടവർക്ക് പക്ഷേ റാങ്കിങ് പലർക്കും ഒറ്റ അഭിപ്രായം വേറൊരു രീതിയിലായിരുന്നു എന്നതാണ് സത്യം. അപ്പോൾ 1ാം സ്ഥാനം ഒഴിച്ച് ബാക്കി 4 സ്ഥാനങ്ങളിലും അവിടെ കൺഫ്യൂഷൻസ് ഹൗസിനകത്തുണ്ടായി. അതിനെ തുടർന്ന് അവിടെ വാഗ്വാദങ്ങളുണ്ടായി. അതിനുശേഷമാണ് അനുമോളിന്റെ ഈ പരാമർശം വരുന്നത്. അത് ആദ്യം പെട്ടി കിട്ടിയ സമയത്ത് ഇവിടുത്തെ ആണുങ്ങൾ മൊണ്ണകളൊക്കെ സപ്പോർട്ട് ചെയ്തു. കാരണം ഈ ജിസേലിന് ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ കിട്ടിക്കഴിഞ്ഞ് ഇതിനകത്തുള്ള ജിസേലിന്റെ ഷോ കാണാൻ അത് നോക്കിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവർക്കൊന്നും യാതൊരു വിലയും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ജിസേലിന്റെ പേടിയില്ല, ഞാൻ ശക്തമായി മുന്നോട്ട് പോകുമെന്ന് അനുമോൾ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ബസർ അമർത്തുന്ന ടാസ്ക് വരുന്നത്. അതിനകത്ത് അനീഷ് തുടർച്ചയായി 2 പ്രാവശ്യവും ബസർ അമർത്തിക്കൊണ്ട് ഡേഞ്ചർ സോണിൽ നിന്ന് മറികടന്ന് അതായത് ഒനീലിനെ ഡേഞ്ചർ സോണിലേക്ക് മാറ്റുകയാണ്. അതുപോലെ തന്നെ ശാലിക ഓൾറെഡി ഡേഞ്ചർ സോണിലായിരുന്നു. അവരെ ഒരു ഡാർക്ക് സോണിലേക്ക് അടച്ചു. ഡാർക്ക് സോൺ എന്ന് പറയുന്നത് അവിടെ ഇനി നമ്മൾ അവരെ ലൈവിലോ എപ്പിസോഡിൽ അവരെ കാണാൻ പറ്റില്ല. പക്ഷേ ഹൗസ് മേറ്റ്സിനെ അവരെ കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർ പ്രധാന വാതിലൂടെ പുറത്തേക്ക് പോകുന്നതായിട്ടാണ് കാണിച്ചത്. അങ്ങനെയാണ് എപ്പിസോഡിന്റെ ആകത്തുക. പിന്നെ പേഴ്സണൽ ലൈഫ് സംസാരിക്കുന്നിടത്ത് RJ ബിൻസിയുടെ സ്റ്റോറി പറയുന്നുണ്ട്. അതായത് ഓട്ടോക്കാരനുണ്ടായ മകളാണ്. അപ്പോൾ ബാക്കി എല്ലാവരും നല്ല നിലയിലായതുകൊണ്ട് ഫാമിലിയിൽ തന്നെ ആരും അങ്ങനെ പരിഗണിച്ചിരുന്നില്ല. പിന്നെ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തഴയപ്പെട്ട അവസരങ്ങളുണ്ടായി. അതിൽ നിന്നൊക്കെ മറികടന്ന് സ്വന്തമായി അധ്വാനിച്ച് കാറും അച്ഛനൊരു ഓട്ടോയും വാങ്ങിക്കൊടുത്ത നല്ല ഇൻസ്പയറിംഗ് ആയ ഒരു ലൈഫ് സ്റ്റോറിയാണ് RJ ബിൻസി അവിടെ പങ്കുവെച്ചത്. അതുപോലെ തന്നെ നെവിൻ ഉള്ളതിനകത്ത് അച്ഛനെ കുറിച്ച് പറയാനെടുത്ത് അങ്ങനെ അച്ഛനെന്ന് ജനിപ്പിച്ചതുകൊണ്ട് മാത്രമാവില്ല, എനിക്കത് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇമോഷണലായ നെവിൻ അതിനകത്തുനിന്ന് പിന്മാറുന്നുണ്ട്. പിന്നെ ആദില നൂറ അവരുടെ ലൈഫ് സ്റ്റോറി പറയുന്നുണ്ട്. വളരെ വിവാദപരമാകുമെന്ന് കരുതിയ ഇവരുടെ ഒരു റിലേഷൻ, പക്ഷേ ഈ ഹൗസിനകത്ത് വന്ന് പ്രേക്ഷകരും അതിനകത്തും ഒരുപാട് പേരുടെ ചിന്ത മാറ്റി വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തയാണ് ഇപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നത്. അത് അങ്ങനെ തന്നെ പോകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുമുണ്ട്. അങ്ങനെയാണ് എപ്പിസോഡിന്റെ മൊത്തത്തിൽ പോയത്. അപ്പോൾ ഇനി കൂടുതൽ ജിസേൽ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് ജയിലിലേക്ക് തള്ളിവിടാനുള്ള ടാസ്ക് വരുന്നുണ്ട്. അതിനകത്ത് വീണ്ടും അനുമോളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു അതിൻ്റെ ഒരു പാട്ട് കാണിച്ചുകൊണ്ടാണ്, അതിൻ്റെ ഒരു ട്രെയിലർ പോലെ കാണിച്ചത് കൊണ്ടാണ്, നാളത്തെ പ്രോമോ കാണിച്ചുകൊണ്ടാണ് ഇന്നലത്തെ ദിവസം ബിഗ് ബോസ് അവസാനിപ്പിച്ചത്. അപ്പോൾ ജിസേൽ അനുമോൾ തർക്കം അവിടെ തുടരുമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനീഷ് പറയുന്നുണ്ട് ഞാൻ ജയിച്ചിട്ട് എനിക്കൊരു റെസ്പെക്ട് കിട്ടുന്നില്ല. അപ്പോൾ ശരത്ത് തിരിച്ചു പറയുന്നു, അതായത് നിങ്ങൾ മുമ്പ് ഫസ്റ്റ് ടാസ്കിൽ ജയിപ്പിച്ച നമ്മളോട് നന്ദി കാണിച്ചില്ല. അതുപോലെ ലാസ്റ്റ് ബസർ ടാസ്കിൽ ആര്യൻ ഹെൽപ്പ് ചെയ്തിരുന്നു, പക്ഷേ അദ്ദേഹത്തിനോടും അവസാനമായപ്പോൾ ഞാൻ എൻ്റെ പണി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെയും ചതിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഗ്രൂപ്പിലെ എല്ലാവരെയും കൂടെ നിർത്തിയിട്ട് ആവശ്യം കഴിയുമ്പോൾ ചതിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ നമ്മൾ വിശ്വസിക്കുമെന്നൊരു ശരത്ത് തിരിച്ചു വയ്ക്കുന്നുണ്ട്. അങ്ങനെ പല കോണുകളിലും ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. 2 പേര് ഡാർക്ക് റൂമിലാണ്. ഇനി ലാലേട്ടൻ എപ്പിസോഡിലേക്കുള്ള പോക്കാണ്. ജയിൽ നോമിനേഷൻ വരുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. താങ്ക്